കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രതിഫലനം കൂടിയാണ് സംസ്ഥാനത്തെ UDF പ്രകടന പത്രിക. സംസ്ഥാനത്തെ സമസ്ത മേഖലയും പരാമർശിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളതെന്ന് UDF നേതാക്കൾ പറയുന്നു. ലൈഫ് മിഷൻ പദ്ധതി പരിഷ്കരിക്കുമെന്നത് പ്രധാന വാഗ്ദാനമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കും. കേരള ബാങ്കിന്റെ കാര്യത്തിലും പുനഃപരിശോധന ഉണ്ടാകും. സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പരിധിയില്ല. ഗ്യാരണ്ടി ഉറപ്പുവരുത്തി സഹകരണ മേഖലയെ വീണ്ടെടുക്കുമെന്നതാണ് മറ്റൊരു വാഗ്ദാനം. കേരള ബാങ്കിന്റെ കാര്യം ഉറപ്പായിട്ട് പുനഃപരിശോധിക്കും. കാരണം എന്താണെന്നറിയാ, ലാഭത്തിലായ ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലാക്കിയ സംസ്ഥാന ബാങ്കിൽ കൊണ്ട് ലയിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ സഹകരണ രംഗത്ത് നിക്ഷേപ ഗ്യാരണ്ടി കൊണ്ടുവരാൻ പോവാം. മറ്റേ ഷെഡ്യൂൾ ബാങ്കിലും നാഷണലൈസ് ബാങ്കിലും ഉള്ളതുപോലെ നിക്ഷേപകർക്ക് പരിധിയില്ലാതെ 1 കോടി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 കോടിക്ക് നിക്ഷേപ ഗ്യാരണ്ടി, അതിന് ഞങ്ങളൊരു കോർപ്പസ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നിക്ഷേപ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുക. കാരണം ഇല്ലെങ്കിൽ സഹകരണ മേഖല വിഡ്രോവലാണ്. സഹകരണ മേഖല തകർന്നു പോയാൽ കേരളത്തിന്റെ ഇക്കോണമി തകരും. അപ്പോൾ അതിന് ഞങ്ങൾ അത് ചെയ്യും. LDF സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നും ഏറ്റെടുത്ത ഭൂമി മടക്കി നൽകുമെന്നും മറ്റൊരു ഉറപ്പ്. ഞങ്ങൾ സിൽവർ ലൈൻ ഒരു കാരണവശാലും നടപ്പാക്കില്ല. ഞങ്ങൾ വന്നാൽ ഉടൻ തന്നെ സിൽവർ ലൈനിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി ഡീനോട്ടിഫൈ അത് അവർക്ക് തിരിച്ചു കൊടുക്കും. UDF പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങൾ ഇവയാണ്: തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ പദ്ധതി, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ പലിശരഹിത വായ്പ 5 ലക്ഷം വരെ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കും, സംസ്ഥാന വിനോദസഞ്ചാര മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി, വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേക ഊന്നലാണ് UDF പത്രികയിലുള്ളത്. ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പദ്ധതി, ഷീ ഹോസ്പിറ്റൽ ആരംഭിക്കും, ആദിവാസി മേഖലയിലും തീരദേശ മേഖലയിലും ആശുപത്രി, ക്യാൻസർ രോഗത്തിനുള്ള മരുന്നിന് നികുതി ഒഴിവാക്കും, മെഡിക്കൽ കോളേജുകൾ മെച്ചപ്പെടുത്തുമെന്നിവയാണ് പ്രധാനം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും പുതിയ ആശയങ്ങൾക്കാണ് രൂപം നൽകുന്നത്. റാഗിംഗ് തടയാൻ ആക്ട്, ക്യാമ്പസുകളിൽ ജാതീയമായ അധിക്ഷേപം ഒഴിവാക്കാൻ രോഹിത് വെമുല ആക്ട്, PSC ഒഴിവ് വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനം എന്നിവ പ്രധാനപ്പെട്ടത്. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി തകർക്കുമെന്നതും മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കുമെന്നതും മറ്റൊരു വാഗ്ദാനം. മദ്യത്തിന്റെ ലഭ്യത നിയന്ത്രിക്കാൻ നടപടി, കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാകാൻ പ്രത്യേക കാർഷിക ബജറ്റ്, കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, വന്യജീവി സംഘർഷം തടയാൻ പരമ്പരാഗത സംവിധാനവും ആധുനിക സംവിധാനവും സംയോജിപ്പിച്ച് പ്രവർത്തനം, മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ സബ്സിഡി, SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക റിക്രൂട്ട്മെന്റ്, സർക്കാർ ജീവനക്കാരുടെ പുതിയ പെൻഷൻ പദ്ധതി ജീവനക്കാർക്ക് അനുകൂലമായ രീതിയിൽ പരിഷ്കരിക്കും, പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ മോഡേൺ പോലീസിംഗ്, രാഷ്ട്രീയ സംഘടനകൾക്കും കൊലപാതകങ്ങളും തടയാൻ സമാധാന വകുപ്പ് എന്ന പുതിയ ആശയം, കായിക കേരളത്തിനായി കേരളത്തിൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, 3000 കളിക്കളങ്ങൾ തുടങ്ങിയവ കായിക മേഖലയ്ക്ക് ഉണർവേകുമെന്ന് UDF വിഭാവനം ചെയ്യുന്നു. പ്രകടന പത്രിക ചെയർമാൻ ബെന്നി ബെഹനാൻ അധ്യക്ഷനായ 12 അംഗ സമിതിയാണ് UDF പത്രിക തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.